Yes. So today we will start a new topic. Actually, this topic something you have studied in your school classes. This is gravitation. So chapter heading is Mercury power. Power. Gravitation. Power rate of doing work. Not studying the level. You wondering in session class work by time power, unit of power, water, ഒരു വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോ ചെയ്താൽ ഇവിടെ അല്ലേ ഈ ക്ലാസ്സിൽ കണ്ട അപ്പോൾ അത് തീർന്നുണ്ട് നേരെ അഡീഷണൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് an important chapter, not very lengthy, but കുറച്ച് തിയറി കയറി വരുന്നുണ്ട്. ആദ്യമേ തുടങ്ങി പഠിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇന്നൊരു 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോട്ട് എക്സാം. ഒരു ഡെറിവേഷൻ ചോദിച്ചാൽ തന്നെ 5 മാർക്ക്. ഒരു പ്രോബ്ലം കിട്ടിയാൽ 3 മാർക്ക്. വെട്ടപ്പം തന്നെ മിനിമം ഒരു 8 മാർക്ക് പ്രതീക്ഷിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്രാവിറ്റേഷൻ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് സ്മോൾ ജി 9.8 എന്ന് പറഞ്ഞ് എഴുതാറുണ്ട് വാല്യൂ. ഇതിൽ ഈ ചാപ്റ്റർ നമ്മൾ വേറൊരു ജിയെ കുറിച്ച് പഠിക്കും. മെയിനായിട്ട് ക്യാപിറ്റൽ ജി എന്നിട്ട് ഈ സ്മോൾ ജി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ന്യൂട്ടൺ ഉണ്ടാക്കിയ പല ലോസിൽ ഉള്ള ഒരു ലോ ആണ് ഇന്ന് പഠിപ്പിക്കുക. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, അതൊക്കെ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ വരുന്ന ലോസാണ്. പിന്നെ തെർമോഡൈനാമിക്സിലെ ന്യൂട്ടൻ്റെ ലോസ് ഒക്കെ പഠിക്കും കുറച്ച്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വേറെ ടോപ്പിക്കാണ്. ന്യൂട്ടൺ ഗ്രാവിറ്റേഷനിലൊരു ലോ ഉണ്ടെന്ന് ഐസക് ന്യൂട്ടൺ പറയണത് എനി ടു ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ഞാൻ ഒരു ബോഡീൻ്റെ വരച്ചിട്ട് അതിൻ്റെ മാസ് ഇങ്ങനെ എഴുതാൻ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ വേറെ ബോഡി വരച്ചിട്ട് അതിൻ്റെ മാസ് അതിൻ്റെ സെൻറ്റർ വരെയുള്ള മാസ് അതിൻ്റെ M2 എന്ന് പറഞ്ഞ് എഴുതാം. മാറ്റി സെൻറ്റർ കാണാൻ വേണ്ടി. M1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വൺ ബോഡി, M2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അനദർ ബോഡി. എത്രയോ കിലോഗ്രാമാണ്. M1 kg, M2 kg എന്നൊക്കെ എഴുതാം. ഇത് എത്ര അകലത്തിൽ വച്ചേണ്ടെന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. എവിടെ നിന്ന് അകലം പറയുമ്പോൾ ഇതിൻ്റെ പ്രതലത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള അകലമല്ല. ഒന്നിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം അളക്കുന്നതാണ് ഒരു അകലം എന്ന് പറയുന്നത്. സെൻറ്റർ ടു സെൻറ്റർ വലിയ ബോഡീസാണ് ഈ പറയുന്നത്. ഇതൊരു ചെറിയ സ്റ്റോൺ, അതൊരു വേറൊരു ചെറിയ ബോക്സ്, അതൊന്നുമല്ല. നമുക്ക് പ്രപഞ്ചത്തിൽ സങ്കല്പിക്കാവുന്ന എർത്ത്, ജൂപ്പിറ്റർ, മാർസ്, സൺ, മൂൺ, അങ്ങനത്തെ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, അങ്ങനത്തെ ഹെവി ബോഡീസ്, അതാണ് ഉദ്ദേശിച്ചത്. അത്തരം ഹെവി ബോഡീസിനാണ് ഈ ന്യൂട്ടൺ ലോ ബാധകമാകുന്നത്. കാരണം ഉണ്ടായിരിക്കുക. M1 കിലോഗ്രാം മാസുള്ളൊരു ബോഡിയുടെ അടുത്ത് M2 കിലോഗ്രാം മാസുള്ളൊരു ബോഡി D എന്ന ഡിസ്റ്റൻസിൽ വച്ചാൽ നമുക്ക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ സ്റ്റേറ്റ് ചെയ്യാം. ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ പറയണത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയും. അതിന് ഇങ്ങനെയാണ് ശരിക്കും പേര്, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്, പ്രപഞ്ചം. യൂണിവേഴ്സൽ ലോ പ്രപഞ്ചത്തിൽ അപ്പാടെ ബാധകമായ ഒരു ലോ ആണ് ഇവിടെ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മതി. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കുറച്ച് ഭംഗിയാക്കുക. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ ഏത് ബോഡീസിനും ബാധകം. ചെറിയ ബോഡീസിനും ബാധകമാണ്. ഇതൊരു കസേര, അതിൻ്റെ മാസം M1, മറ്റേ കസേര അതിൻ്റെ മാസം M2, അങ്ങനെ എടുക്കാം. പക്ഷെ ആ മാസങ്ങളുള്ള നെഗ്ലിജിബിളി സ്മോളറാണ് ഞാൻ പറയാൻ പോകുന്ന ഫോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അത് എഴുതുമ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ രണ്ട് മാസം ഒരു D എന്ന അകലത്തിൽ വച്ചാൽ ആ D എന്ന അകലം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസുമായി ബന്ധമുള്ള, ഈ മാസുമായി ബന്ധമുള്ള ഒരു ഫോഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ ഫോഴ്സിനെ ഞാൻ Fi എന്ന് എഴുതിയാൽ ആ Fi എന്ന് പറയുന്നത് ഈ മാസിൻ്റെ പ്രോഡക്റ്റിന് പ്രപ്പോർഷനാണ്. M1 × M2 മാസിൻ്റെ പ്രോഡക്റ്റിന് പ്രപ്പോർഷനാണ്. M1 × M എന്ന് വെച്ചാൽ മാസ് കൂടിക്കഴിഞ്ഞാൽ മാസിൻ്റെ പ്രോഡക്റ്റ് കൂടുമല്ലോ. മാസസ് ഇൻക്രീസ് ചെയ്താൽ മാസിൻ്റെ മൾട്ടിപ്പിൾ ആയി കിട്ടുന്ന വാല്യൂ കൂടുമല്ലോ. ഇത് 5 കിലോ, ഇത് 6 കിലോ, IR 30, ഇത് 10 കിലോ, ഇത് 15 കിലോ, 150. മൾട്ടിപ്പിൾ ആയി കിട്ടുന്ന സംഖ്യ വർത്തമാണ്. ഇത് 20 കിലോ, ഇത് 30 കിലോ,
600 മൾട്ടിപ്പിൾ 20 × 30. ഇത് 50 കിലോ, ഇത് 500 കിലോ, 25,000. ഇത് 50 കിലോഗ്രാം, ഇത് 500 കിലോഗ്രാം. സൈസ് നോക്കണ്ട, സൈസ് നോക്കിയിട്ട് ഇത് 500 ഇത് 50 ആണ് എങ്ങനെയാണെന്ന് ആലോചിക്കണ്ട കേട്ടോ. ഇരിക്കുന്ന ഏറ്റവും സൈസ് കുറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് പറയാൻ പറ്റില്ല. അതാണ്ട് എന്താണ് ഉള്ളിലെ ബോണിൻ്റെ ഒക്കെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യും. മാസ് സൈസ് നോക്കിയിട്ട് മാസ് പറയാൻ പറ്റില്ല. വളരെ സൈസ് കുറഞ്ഞതിന് വളരെ മാസമുള്ള ബോഡീസ് ഉണ്ട്. സൈസ് നോക്കിയിട്ട് മാസ് തീരുമാനിക്കും. ഇത് 500 കിലോ, ഇത് 50 കിലോ ആവാമല്ലോ, അല്ലെങ്കിൽ ഇത് 500 കിലോ, 50 കിലോ, എങ്ങനെയാണ് ആവാം. പ്രോഡക്റ്റ് എടുത്താൽ 500 × 50, 2500, 0, 25,000. പ്രോഡക്റ്റ് കൂടി. മാസിന്റെ പ്രോഡക്റ്റുള്ള ഗുണനഫലം അതിന് പ്രപ്പോർഷണലായ, എന്നാൽ അകലത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായ ഒരു ഫോഴ്സാണ് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോയിൽ പറയുന്നത്. സിമ്പിളാണ് ആദ്യം പറയുന്ന ഫസ്റ്റ് കാര്യം പഠിച്ചെടുത്താൽ പിന്നെ അടുത്ത എളുപ്പം. എഫ് പ്രപ്പോർഷണൽ ടു എന്ന് വെച്ചാൽ ഈക്വൽ ടു എന്നല്ല, ആനുപാതികമാണെന്ന് എഴുതിയത്. എന്ന് വെച്ചാൽ മാസ് കൂടുതലാണെങ്കിൽ മാസിന്റെ പ്രോഡക്റ്റ് കൂടുതലായിരിക്കുമല്ലോ. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയറും അതിനനുസരിച്ച് കുറവായിരിക്കും. എക്സാമ്പിൾ d = 1 മീറ്റർ, d സ്ക്വയർ 1 സ്ക്വയർ 1, d = 2 മീറ്റർ, d സ്ക്വയർ 2 സ്ക്വയർ 4 ആണ്, d = 3 മീറ്റർ, 3 സ്ക്വയർ 9 ആണ്. ഡിനോമിനേറ്ററിലാണ് വരുന്നത് d സ്ക്വയർ. അപ്പൊ അകലം കൂടുമ്പോൾ ന്യൂട്ടൺ പറഞ്ഞേക്കുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് വസ്തുക്കൾ തമ്മിൽ പറയാവുന്ന ഫോഴ്സ് കുറയും അകലം കൂടുമ്പോൾ. ഒരു ബോഡി ഇവിടെ വെച്ചിരുന്നു, ഒരു ബോഡി ദൂരെ വെച്ചിരുന്നു. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദിസ് ബോഡി ആൻഡ് സെന്റർ ഓഫ് അനദർ ബോഡി അത്ര കൂടുതലാണ്. ഇതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ സെന്റർ വരെയുള്ള അകലം അത്ര കൂടുതലാണ്. ഈ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ. ഡി കൂടുന്നതനുസരിച്ച് d സ്ക്വയർ കൂടും, ശരിയാ. പക്ഷെ 1/d² കുറയും. റെസിപ്രോക്കൽ ആണ് d സ്ക്വയർ. മാസ് കൂടുന്നതനുസരിച്ച് മാസിന്റെ പ്രോഡക്റ്റ് കൂടും. ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലോ, 500 × 50, 25,000 വരെയൊക്കെ എക്സാമ്പിൾ. അപ്പൊ മാസ് കൂടുമ്പോൾ മാസിന്റെ പ്രോഡക്റ്റ് കൂടും. ആയിക്കോട്ടെ, അപ്പൊ ഫോഴ്സ് കൂടും. അപ്പൊ ഇതാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയുന്നത്. അക്കോർഡിംഗ് ടു ആദ്യം തന്നെ എഴുതാം, കേട്ടാൽ മതി. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, any two bodies in the universe, ഈ പ്രപഞ്ചത്തിലെ ഏത് രണ്ട് ബോഡീസ് എടുത്താലും they attract each other. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അട്രാക്ട് each other. ആകർഷണ ബലമാണ്, വികർഷണ ബലമല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ചാൽ അട്രാക്ട് ചെയ്യാൻ വെച്ചാൽ തമ്മിൽ അടുക്കാൻ ശ്രമിക്കുക, റിപ്പൽ അകലാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഫോഴ്സ് ഉണ്ട് ഫിസിക്സിൽ. ഒരു പ്രോട്ടോണിന്റെ അടുത്തൊരു പ്രോട്ടോൺ വെച്ചാൽ റിപ്പൽ ചെയ്യും, ഒരു പ്രോട്ടോണിന്റെ അടുത്തൊരു ഇലക്ട്രോൺ വെച്ചാൽ അട്രാക്ട് ചെയ്യും. ഇലക്ട്രോൺ മൈനസ് ചാർജ്, ഇലക്ട്രോൺ പ്ലസ് ചാർജ്. ഒരു ഇലക്ട്രോണിന്റെ അടുത്തൊരു ഇലക്ട്രോൺ വെച്ചാൽ റിപ്പൽ ചെയ്യും. രണ്ട് നെഗറ്റീവ് ചാർജ് ആണ്, രണ്ട് ഇലക്ട്രോൺ അളന്നു പോകാൻ ശ്രമിക്കും. രണ്ട് പ്രോട്ടോൺ, രണ്ടും പ്ലസ് ആണ് ചാർജ്. അപ്പൊ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അടുത്ത വർഷം പഠിക്കുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, അട്രാക്റ്റീവ് ഉണ്ട്, റിപ്പൾസീവ് ഉണ്ട്. ഇനി മാഗ്നറ്റ് എടുക്കാം. ഇതൊരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ, ഇത് വേറൊരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ. നോർത്ത് പോൾ അടുത്തെടുത്ത് വെച്ചാൽ ഇങ്ങനെ തമ്മിൽ അകന്നു പോകാൻ ശ്രമിക്കും. രണ്ട് സൗത്ത് പോളുകൾ അടുത്തെടുത്ത് വെച്ചാലും തമ്മിൽ വികർഷിക്കും. ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ അടുത്തെടുത്ത് വെച്ചാൽ ഇത് നോർത്ത് പോൾ, ഇത് മറ്റേ സൗത്ത് പോൾ ചാടിപ്പിടിക്കും. അട്രാക്ട് ചെയ്യാൻ നോക്കും. അത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. രണ്ട് തരത്തിലുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, റിപ്പൾഷൻ ഉണ്ട്. ഈ ന്യൂട്ടൺ പറഞ്ഞ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ആൾവേസ് അട്രാക്ട്. ഒറ്റ തരത്തിലേ ഉള്ളൂ, ഒരിക്കലും റിപ്പൾസീവ് ആവുന്നില്ല. അത് any two bodies in the universe attract each other with a force. That force that force is directly proportional to the product of masses of the two bodies and inversely proportional to the square of distance between the centers of the two bodies. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരേണ്ടി വരും. ഈക്വൽ ടു ആക്കുമ്പോൾ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് ഞാൻ കൊണ്ടുവരും. അതാണ് നേരത്തെ താഴെ എഴുതി വെച്ചത്. ക്യാപിറ്റൽ ജി m1 × m2 / d². ഇതാണ് ന്യൂട്ടന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷൻ ലോ മാത്തമാറ്റിക്കലി എഴുതാൻ പറഞ്ഞത് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റൈറ്റ് ഡൗൺ ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതാണ് എഴുതും, നേരെ ഇത് എഴുതും, എന്നിട്ട് ഇത് എഴുതും, ഒരു ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യും. m1 is mass of a body, m2 is mass of another body, which are assumed to be concentrated at the center. ഈ എല്ലാ വസ്തുക്കളുടെയും മാസ് അതിന്റെ സെന്ററിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം വേണമെന്നില്ല. അത് ഫിസിക്സിന്റെ ഒരു രീതിയാണ്. ഇത് വലിയ ബോഡി ആണെങ്കിലും ചെറിയ ബോഡി ആണെങ്കിലും ഒക്കെ അതിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പോഴല്ലേ ഒരു ദൂരമൊക്കെ പറയാൻ പറ്റും. അപ്പോൾ സെന്റർ ഓഫ് ദിസ് ബോഡി, സെന്റർ ഓഫ് അനദർ ബോഡി, ആ ദൂരത്തെ d എന്ന് വെച്ചാൽ d²ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഞാൻ ഈ പറയുന്ന ഫോഴ്സ്. ആ ഫോഴ്സ് ആൾവേസ് അട്രാക്റ്റീവ് ആണ്. ഒരു തരത്തിലുള്ള ഫോഴ്സ് മാത്രമേ ഉള്ളൂ. നെവർ റിപ്പൾസീവ്, ഒരിക്കലും അത് റിപ്പൾസീവ് ആവില്ല. ഏത് ബോഡി, ഇത് എർത്ത്, ഇത് മൂൺ ആവട്ടെ,
ഇത് സൺ, ഇത് എർത്ത് ആവട്ടെ, ഇത് ജൂപ്പിറ്റർ, ഇത് എർത്ത് ആയിക്കോട്ടെ, ഇത് എർത്ത്, ഇത് എർത്തിൻ്റെ ഒരു എന്താണ് ഒരു സാറ്റലൈറ്റ്, എർത്തടിക്ക് വിട്ട സാറ്റലൈറ്റ്, ഈ അടുത്തടിക്ക് ചന്ദ്രയാൻ അല്ലേ, ചന്ദ്രയാൻ ഒരു സാറ്റലൈറ്റ് ഫെയിലുവറായിട്ട് പിന്നെ ഒരു ചന്ദ്രയാൻ കറങ്ങുന്നുണ്ട്, ഒരു ചന്ദ്രയാൻ ഫെയിലുവറായിട്ട്, ആദ്യത്തെ ഒരു ചന്ദ്രയാൻ കറങ്ങുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ, എർത്തിനെ റിവോൾവ് ചെയ്യുന്നത്. പിന്നെ ഒരു ചന്ദ്രയാൻ പിറ്റേ ദിവസം ഫെയിലുവറായി, പിന്നെ വീണ്ടും അതിൻ്റെ റിസർച്ച് നടക്കുന്നത്, അടുത്ത ലോഞ്ച് അടുത്ത വർഷം ആവുകയും. അപ്പോൾ ഇത് എർത്തിൻ്റെ സാറ്റലൈറ്റ് ആവട്ടെ, ഇത് മൂൺ, ഇത് എന്താണ് ജൂപ്പിറ്ററിൻ്റെ ഒരു സാറ്റലൈറ്റ്, മൂന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സാറ്റലൈറ്റ്, ജൂപ്പിറ്ററിന് വേറെ 5 സാറ്റലൈറ്റ്സ്, ഇത് ജൂപ്പിറ്ററിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്, ഇത് ജൂപ്പിറ്റർ തന്നെയാണ്, ഇത് ജൂപ്പിറ്റർ, ഇത് മൂൺ. ഞാൻ എടുത്തു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏത് 2 വസ്തുക്കൾക്ക് പറയാവുന്ന ഒരു ഫോഴ്സാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഫോഴ്സിന് എന്തൊക്കെയായിട്ട് ബന്ധമുണ്ട്? മാസിൻ്റെ പ്രോഡക്റ്റായിട്ട് ബന്ധമുണ്ട്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, അകലത്തിൻ്റെ സ്ക്വയറായിട്ട് ബന്ധമുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത ആൾവേസ് അട്രാക്റ്റീവ്. ഈ ഫോഴ്സിൻ്റെ വേറെ പ്രത്യേകത മീഡിയം ഇൻഡിപെൻഡൻറ്റ്. മീഡിയം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 വസ്തുക്കളുടെ ഇടയ്ക്കുള്ള മീഡിയം എയർ ആണോ, അല്ലെങ്കിൽ വാട്ടർ ആണോ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ആണോ, അല്ലെങ്കിൽ ഒരു ഓയിലാണോ, അല്ലെങ്കിൽ ഒരു ശൂന്യാവസ്ഥ അതായത് വാക്വം ആണോ, അതൊന്നും വിഷയമേ അല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാഗ്നറ്റിൻ്റെ പോൾസ് തമ്മിൽ പറയാവുന്ന റിപ്പൾഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്ന എതിർ ടൈപ്പ് പോളുകൾ അട്രാക്ട് ചെയ്യും. ഒരേ മാതിരത്തെ ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഒരേ മാതിരത്തെ 2 സൗത്ത് പോൾ റിപ്പൽ ചെയ്യും. ഇതൊക്കെ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. 2 മാഗ്നറ്റിൻ്റെ ഇടയിലുള്ള മീഡിയം വാക്വം ആണോ, അല്ലെങ്കിൽ എയർ ആണോ, അല്ലെങ്കിൽ വാട്ടർ ആണോ, ഇതൊരു ഓയിലാണോ എന്നുള്ളത് ബാധകമാണ് ഞാൻ ഈ പറയുന്ന അട്രാക്ഷൻ ആണെങ്കിൽ റിപ്പൾഷൻ ആണെങ്കിൽ പറയാം. ചാർജിൻ്റെ ഫോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടോണിൻ്റെ അടുത്ത് പ്രോട്ടോൺ വെച്ചാൽ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ അടുത്ത് ഇലക്ട്രോൺ വെച്ചാൽ റിപ്പൽ ചെയ്യും. മൈനസ് ചാർജ്, പ്ലസും ചാർജ്, പ്രോട്ടോൺ പ്ലസും മൈനസ് ഇലക്ട്രോൺ 2 മൈനസ്. പ്രോട്ടോണിൻ്റെ അടുത്ത് ഇലക്ട്രോൺ വെച്ചാൽ അട്രാക്ട് ചെയ്യും, 1 പ്ലസ് 1 മൈനസ്. അത് മീഡിയം ഡിപ്പെൻഡൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അടുത്ത വർഷം പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിസം അടുത്ത വർഷം പഠിക്കും, അവിടെയൊക്കെ പറയാൻ പോകുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, അതുമാതിരി ചാർജ് തമ്മിൽ പറയാവുന്ന ചാർജസ് തമ്മിലുള്ള ഫോഴ്സിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതൊക്കെ മീഡിയം ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ന്യൂട്ടൺ പറഞ്ഞേക്കുന്ന ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയം ഡിപ്പെൻഡൻ്റ് അല്ല. എന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ പോകുന്ന ഫോഴ്സ്. മീഡിയത്തെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് ഇത് എർത്ത് മൂണിന് ഞാൻ എടുത്താൽ എർത്തിൻ്റെ മൂണിൻ്റെ ഇടയ്ക്ക് ഫില്ലായേക്കുന്ന ഗ്യാസസ് എന്താണ്, എയർ ആണോ വാക്വം ആണോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും വിരോധമില്ല, അത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫോഴ്സാണ് ഈ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ ആ പ്രൊപ്പോർഷണലി കോൺസ്റ്റന്റ് കളഞ്ഞിട്ട് ഒരു ക്യാപിറ്റൽ G എന്ന കോൺസ്റ്റന്റ് ഞാൻ കൊണ്ടുവന്നു. ആ പ്രൊപ്പോർഷണൽ എന്നുള്ള ചിഹ്നം കളഞ്ഞിട്ട് ഈക്വൽ ടു ആക്കി, ഈക്വാളിറ്റി ആക്കി. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതാണ് ഒരു രീതി. അതിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ബൈ ഹാർട്ട് ഓർത്തിരിക്കണം. 6.67 × 10⁻⁻11 SI യൂണിറ്റ് എന്ന് തൽക്കാലം ഓർക്കാം. SI യൂണിറ്റ് എന്താണെന്ന് ഇപ്പോൾ തന്നെ പറയുകയും ചെയ്യാം. ഇവർക്കൊന്നുമില്ല SI യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ ക്യാപിറ്റൽ Gയുടെ ഫോർമുല നടന്ന് എഴുതാം. F × d² = ക്യാപിറ്റൽ G m1 × m2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫോർമുല. ഇവിടെ F ൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ d² ആണ്, ന്യൂമറേറ്റർ Gm1 m2 ആണ്. Gm1 m2 ഇയാളുടെ താഴെ 1 ആണ്, അപ്പോൾ Gm1 m2. ശരി, ഇവിടെ ന്യൂമറേറ്റർ F ആണ്, ഡിനോമിനേറ്റർ d² ആണ്. ക്രോസ് മൾട്ടിപ്ലൈ എന്നിട്ട് ഞാൻ Gക്ക് ഫോർമുല ഉണ്ടാക്കിയാലേ എനിക്ക് യൂണിറ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ F × d² m1 m2 എന്ന് എഴുതിയാൽ നമ്മുടെ ഫോർമുലയായി. ഇത് എഴുതിയത് Gയുടെ യൂണിറ്റ് പറയാൻ വേണ്ടി മാത്രം. യൂണിറ്റോ ഡയമെൻഷനോ ഒക്കെ പറയണമെങ്കിൽ നമുക്കിത് വേണം. എഫിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. പഠിച്ചു കഴിഞ്ഞതാണ്. എന്നെഴുതാം. d² എന്ന് പറഞ്ഞാൽ അകലത്തിന്റെ സ്ക്വയർ, മീറ്റർ സ്ക്വയർ. മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം. രണ്ടെണ്ണം ഉണ്ട് മാസ്. കിലോഗ്രാം × കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ. m1ന്റെ യൂണിറ്റ് കിലോഗ്രാം, m2ന്റെ യൂണിറ്റ് കിലോഗ്രാം. kg × kg, kg സ്ക്വയർ. F എന്ന് പറഞ്ഞാൽ ന്യൂട്ടണിൽ എഴുതി, d എന്ന് പറഞ്ഞാൽ മീറ്ററിൽ എഴുതി, ഇപ്പോൾ d² എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറിൽ എഴുതി. ഇതാണ് ഞാൻ ഈ SI യൂണിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ SI എന്ന് എഴുതിയത് SI യൂണിറ്റ്. ആ SI യൂണിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ, അതാണ് SI. ഇതാണ് ആദ്യം പഠിപ്പിച്ചത്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇപ്പോൾ ഇത് പഠിക്കാൻ വലിയ പാടുമ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്തു. അക്കോർഡിംഗ് ടു നിങ്ങൾ 2 മാസം വട്ടം വരച്ചിട്ടൊക്കെ ഒരു D എന്ന അളവൊക്കെ കാണിച്ചു വെച്ചു, ഒരു ചെറിയ പടം. According to Newton's universal of gravitation. According to Newton's universal of gravitation. According to Newton's universal of gravitation. According to Newton's universal of gravitation.
any two bodies in the universe, according to Newton's universal law of gravitation, any two bodies in the universe, any two bodies in the universe attract each other, any two bodies in the universe attract each other, any two bodies in the universe attract each other, any two bodies in the universe attract each other with a force which is directly proportional to, with a force, attract each other with a force which is directly proportional to the product of their masses, which is directly proportional to the product of their masses, which is directly proportional to the product of their their masses, and inversely proportional to the square of distance between their centers, inversely proportional to the square of distance between their centers, inversely proportional to the square of distance between their centers, center, CNTRE, center, TR ഇത് ശരിയാണ്, സെന്റേഴ്സ്. അത് ഈ പടം കാണിച്ച M1 M2 അതിൻ്റെ അടുത്തത് ഡിസ്റ്റൻസ് സെന്റർ ടു സെന്റർ D എന്ന് കാണിക്കുക. എന്നിട്ട് പറയാം therefore നേരെ എഴുതാം F proportional to M1 M2 by D square. നേരത്തെ ഈ സെന്റൻസ് മാത്തമാറ്റിക്കലി ഫോം ആക്കിയത് F proportional to M1 M2 by D square. നേരത്തെ എഴുതിയ സെന്റൻസ് നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ കൊണ്ടുപോകും. അതിന് ഈക്വാളിറ്റിയാണ്. F is equal to capital G into M1 M2 by D square. Capital G into M1 M2 by D square. എന്നിട്ട് പറയണം capital G has a value 6.67 into 10 raised to minus 11. മൈനസ് ആണ് കേട്ടോ, അല്ലേ? 6.67 into 10 raised to minus 11. SI യൂണിറ്റ് എന്ന് എഴുതാം. SI യൂണിറ്റ്, ആ SI യൂണിറ്റ് പരിചയപ്പെടുന്നത് എന്താ? SI യൂണിറ്റ് ചോദിച്ചാൽ അറിയണം. SI യൂണിറ്റ് തൽക്കാലം എഴുതിയിട്ട് നമ്മൾ ഈ ഫോർമുല ക്രോസ് മൾട്ടിപ്പിൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് പാരഗ്രാഫ് ആയിട്ട് F D square equal to ആ യൂണിറ്റ് പറയാൻ വേണ്ടി ചെയ്യുന്ന GM1 M2. F D square equal to GM1 M2. F D square equal to GM1 M2. G equal to F D square by M1 M2. F D square by M1 M2. Therefore, unit of G എന്നല്ല, unit of capital G will be ഫോഴ്സിന്റെ യൂണിറ്റ് ഇറക്കിയത് ന്യൂട്ടൺ, അകലത്തിന്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ, മാസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം സ്ക്വയർ. ഇതാണ് SI യൂണിറ്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് കട്ടിയാം. ഈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ, ക്യാപിറ്റൽ ജി എന്താന്ന് പറയണം. എന്താ ക്യാപിറ്റൽ ജി നമ്മൾ എന്ത് എഴുതി? ക്യാപിറ്റൽ ജി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് മാത്രമേ എഴുതിയുള്ളൂ, അല്ലേ? വേറെ ക്യാപിറ്റൽ ജി ഇസ് എ കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് എഴുതി. അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് എഴുതേണ്ടി വരാണെങ്കിൽ ഈ വില അത് തന്നെയാണ്. പ്രോബ്ലത്തിൽ ഞാൻ ഇത് പ്രോട്ടോണിന്റെ മാസം, ഇത് ഇലക്ട്രോണിന്റെ മാസം ഒക്കെ പറഞ്ഞാൽ ക്യാപിറ്റൽ ജിയുടെ വില ഇത് തന്നെയാണ്. ഇത് എർത്തിന്റെ മാസം, മൂണിന്റെ മാസം എന്ന് പറഞ്ഞിട്ട് 2 മാസം ഞാൻ തന്നാൽ ഈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ഇത് തന്നെയാണ്. ഫിസിക്കൽ കോൺസ്റ്റന്റ്. നമ്മൾ ലൈറ്റിന്റെ വേഗത 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ. അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന മാതിരി. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാണ് മറന്നുപോയി? എന്തോ -34 വാല്യൂ ഉണ്ട്, 6 തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് വാല്യൂ ഓർക്കുന്നില്ല. തരും കണക്കുള്ളത് തരും. ലൈറ്റിന്റെ സ്പീഡ് നമുക്കറിയാം 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെ ഫിസിക്സിൽ വരുന്ന കോൺസ്റ്റൻസ് ആണ്. അതൊന്നും പ്രോബ്ലത്തിൽ തന്നെ ന്യൂമറിക്കൽ വാല്യൂസും അറിയാതെ അത് മാറില്ല. അതുപോലെ ക്യാപിറ്റൽ ജിയുടെ വാല്യൂവിൽ M1 ഞാൻ പറയുന്നത് ഇലക്ട്രോണിന്റെ മാസം, M2 പറയുന്നത് പ്രോട്ടോണിന്റെ മാസം, അതൊക്കെ തരാം.
ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ തരാം. അപ്പോൾ ആ ഫോഴ്സ് ബിറ്റ്വീൻ വൺ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ വർക്കൗട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ജിക്ക് വില എടുത്ത് കൊടുക്കുന്നത് ചുരുക്കം. ഇനി അത് ഒന്ന് ആ ഒരു പോയിന്റ്. പിന്നെ പറയാൻ പോകുന്ന കാര്യം അതിന്റെ വാല്യൂ ഒന്ന് നോക്കി. 10⁻⁻11 കിടക്കണേ 6.67 എന്നൊരു സംഖ്യയാണ്. ആയിക്കോട്ടെ, തീരെ ചെറിയതോ അല്ലെങ്കിൽ തീരെ ചെറുതല്ലാത്ത ഒരു സംഖ്യ അത് എന്തുവേണ്ടി പറഞ്ഞു. പക്ഷെ 10ന്റെ പുറത്ത് നോക്കി 10⁻11 അതിന് മീനിങ് എന്താ പറയുന്നത്? ഇത് വേറെ തരത്തിൽ എഴുതട്ടെ. ഈ വാല്യൂ ഇത് വേറെ തരത്തിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. 0.00000 5 0 ആയി. 6 7 8 9 10 0 ആയി. ഇനി ഒരു 6 6 7 എന്ന് എഴുതാം. ഇതാണ് അതിന്റെ വാല്യൂ. ഇതാണ് ഞാൻ ഈ 10⁻⁻11 കൊണ്ടുവന്നേക്കുന്നത്. നോക്കിയേ, ദശാംശം കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 0 പിന്നെ 667. അപ്പൊ 6 പോയിന്റ് എന്ന് ഇട്ട് കൊടുത്താൽ ഇടത്തോടെ എത്ര ദശാംശം നോക്കും. ഇവിടെ 6 കഴിഞ്ഞൊരു പോയിന്റ് ഇട്ട് ഇങ്ങനെയൊക്കെ എണ്ണാം. 6ന്റെ അപ്പുറത്താണ് ഞാൻ ഈ പോയിന്റ് മാറ്റി കുത്തണമെങ്കിൽ ഈ 6ന്റെ ഇവിടെയാണ് ദശാംശം ഉണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 11 ഇടത്തോടെ പിടിച്ചാൽ അതായത് 10⁻⁻11 എന്ന് വെച്ചാൽ 6.67 10⁻⁻11 എന്ന സംഖ്യ ഞാൻ കുറച്ചുകൂടി ഭംഗിപ്പെടുത്തി 10ന്റെ പവർ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ രീതിയിൽ എഴുതിയാൽ ഇങ്ങനെ വരുന്ന ചുരുക്കം. ഇത് തീരെ ചെറുതല്ലേ. 0.0000 10 0 ഇട്ടിട്ട് 6 6 7 ഇനി എന്തൊക്കെ എഴുതിയാൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇനി 6 6 7 അതിന് അപ്പുറത്ത് 8 9 എന്തൊന്നും കാര്യമില്ല. കാരണം ഡെസിമൽ കഴിഞ്ഞ് 10 0 കഴിഞ്ഞിട്ട് ആ സംഖ്യ ഒരെണ്ണം കയറി വന്നത്. അപ്പൊ തീരെ ചെറിയ സംഖ്യയല്ലേ. അപ്പോ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ അത്ര ചെറുതായത് കൊണ്ട് ഈ പറയുന്ന ഫോഴ്സ് കുറച്ചെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇതൊരു പ്രോട്ടോണോ ഒരു ഇലക്ട്രോണോ ഒന്നും ആയാൽ കാര്യമില്ല. കാരണം പ്രോട്ടോണിന്റെ മാസ് തന്നെ വളരെ തീരെ ചെറുതാണ്. 10⁻⁻27 ഇലക്ട്രോണിന്റെ മാസ് എടുക്കുന്നത് തീരെ ചെറുതാണ്. 10⁻⁻31 ഇലക്ട്രോണിന്റെ മാസം 9 10⁻31 kg. പ്രോട്ടോണിന്റെ മാസം 1.67 × 10⁻⁻27 അപ്പൊ മാസിന്റെ പ്രോഡക്റ്റ് മാസ് തീരെ ചെറുതാകുമ്പോൾ മാസിന്റെ പ്രോഡക്റ്റ് വളരെ ചെറുതാണ്. 10⁻⁻31 നടക്കുന്നത് ഇലക്ട്രോൺ ആണ് തന്നെ 9 × 10⁻⁻31. ഇത് പ്രോട്ടോൺ ആണെന്ന് വിചാരിക്കട്ടെ. 1.67 × 10⁻⁻27 കിലോഗ്രാം. മൾട്ടിപ്പിൾ എന്താ കിട്ടുക? 10⁻⁻31 വരും, 10⁻⁻27 വരും. 10ന്റെ പവർ പിന്നെയും ചെറുതായി. മൈനസ് ഉണ്ട്, അതേ ഉദ്ദേശിച്ചത് ചെറുതായി. 10⁻⁻31 10⁻⁻27 31 41 51 51 7 58 -58 വരും 10ന്റെ പവർ. 10⁻�58 തീരെ ചെറുതാണ്. അപ്പൊ അങ്ങനത്തെ ചെറിയ മാസിനൊന്നും ഇവിടെ കിടക്കുന്ന ഒരു കസേര 3 കിലോ ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഈ മേശ 5 കിലോ ഉണ്ട്. ഇത് 3 കിലോ 5 കിലോ എടുത്താൽ പോലും ആ പ്രോഡക്റ്റ് 3 × 5 15 ആണ്. അത് വലിയ സംഖ്യ ഒന്നുമില്ല 15. കാരണം കൂടെ വെച്ച് കുടിക്കുന്ന ആരാ? ഒട്ടും വലിപ്പമില്ലാത്തൊരു ചെറിയ സംഖ്യയാണ്. അതിനാൽ ഈ ഫോഴ്സ് അല്പമെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ അത്ര ചെറുതായതിനാൽ ഈ ഫോഴ്സ് അപ്രീഷ്യബിൾ ആകണമെങ്കിൽ മാസിന്റെ പ്രോഡക്റ്റ് ലാർജ് ആവണം. അതുകൊണ്ടാണ് ഇത് സണ്ണിന്റെ മാസം എടുത്തോളൂ, ഇത് എർത്തിന്റെ മാസം എടുത്തോളൂ എന്ന് പറയാം. എർത്തിന്റെ മാസം എത്രയാന്ന് പറയട്ടെ? 6 × 10⁻24 കിലോഗ്രാം എർത്തിന്റെ മാസം. എവിടെ ആരാ തൂക്കിയതെന്ന് ചോദിക്കരുത്. ഇത് ഏത് ത്രാസിലിട്ടാണ് ഈ എർത്തിന്റെ തൂക്കി എടുത്തതെന്ന് ചോദിക്കരുത്. ഏത് ത്രാസാണ് പറ്റിയതെന്ന് ചോദിക്കരുത്. അതൊക്കെ കാൽക്കുലേഷനാണ്. 6 × 10⁻24 കിലോഗ്രാം പ്ലസ് 24. സണ്ണ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, സൂര്യ ഭഗവാൻ. ആ സൂര്യന്റെ മാസത്തിലാന്ന് വെച്ചാൽ എത്രയാണ്? സംതിങ് വാല്യൂ ഓർക്കുന്നില്ല. 10⁻32 നടക്കുന്നത് സംഭവം. 10⁻32 നടക്കുന്നത്. മൂണുണ്ടല്ലോ നമ്മളുടെ 15 ദിവസം വെളുത്ത എന്താണ് മൂൺ ലൈറ്റ് കിട്ടും. പിന്നെ 15 ദിവസം മങ്ങി വരും. ഒരു ദിവസം പിന്നെ മൂണില്ലാണ്ടാവും. നമ്മൾ കറുത്തവാവെന്ന് പറയും, അമാവാസ. പൂർണ്ണ എന്തിനെ കാണുന്ന വെളുത്തവാവ്. അപ്പൊ അതൊക്കെ ആ മൂണുണ്ടല്ലോ, ആ മൂണിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. 10⁻22 5.78 × 10⁻22 5.78 ആ വാല്യൂ 10⁻22. അതൊക്കെ ഹെവി ബോഡീസാണ്. മൂൺ, എർത്ത്, ജൂപ്പിറ്റർ, പിന്നെ ഈ പറയുന്ന നമ്മൾ പറയുന്ന സണ്ണിന്റെ എല്ലാ പ്ലാനറ്റുകളും, ഈ എർത്ത് മാതിരി, ജൂപ്പിറ്റർ മാതിരി, മാഴ്സ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ ഏതൊക്കെ പ്ലാനറ്റ്സ്, സാറ്റേൺ, വീനസ്, ഏതൊക്കെ പ്ലാനറ്റ്സ് പറയാമോ അതൊക്കെ ഹെവി മാസാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിയാലും കുഴപ്പമില്ല. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ശരിയാണ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കണ്ടമാനം കൂടും. അത് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ആൻസർ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ
മാസിന്റെ പ്രോഡക്റ്റ് ടു ലാർജ് ആണെങ്കിൽ ഈ ഫോഴ്സ് അപ്രീഷ്യബിൾ ആകും. ക്യാപിറ്റൽ ജിയുടെ വാല്യൂ തീരെ ചെറുതായാലും. അപ്പൊ ഈ ഫോഴ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി ഇനി എഴുതാനുണ്ട്. എന്താണ്? ഈ ഫോഴ്സ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഫോഴ്സ് ആൾവേസ് അട്രാക്റ്റീവ് ആണ്. പിന്നെ ഈ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ തീരെ ചെറുതായതുകൊണ്ട് ഈ ഫോഴ്സിന് നോട്ടബിൾ ആയ കുറച്ചെങ്കിലും വാല്യൂ വരണമെങ്കിൽ ഈ മാസ് ഹെവി മാസ് അതുകൂടി നോട്ട് ചെയ്യാം. The value of capital G is too small. The value of capital G is too small the value of capital J is too small so that this force will be appreciable. This force will be appreciable. Note ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ കുറച്ചെങ്കിലും ഉണ്ടാവണമെങ്കിൽ appreciable. This force will be appreciable only for heavenly bodies. Only for heavenly bodies. Heaven. Only for heavenly bodies. Like sun, earth, Jupiter, moon, Mars. Moon നമുക്ക് സാറ്റലൈറ്റ് ആയി, അതൊന്നും കുഴപ്പമില്ല. This force is medium independent and always attractive. This force is medium independent and always attractive. This force is medium independent. This force is medium independent. Independent. It depends on medium independent and always attractive. This force is medium independent and always attractive. And always attractive. And can be expressed in the unit Newton. And can be expressed in the unit Newton. And can be expressed in the unit Newton. In the unit Newton. അത്ര ഒന്ന് വായിച്ച്